ഒരു ഇൻസ്പയർഡ് കഥ പറഞ്ഞിട്ടെ. സ്ട്രഗിളിങ്ങിൻ്റെ അങ്ങേയറ്റം കഴിഞ്ഞു വന്ന ആളാണ്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ ഇതിനു മുമ്പും വലിയ വലിയ സ്ട്രഗിളിങ് നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രഗിളിങ് ഏറ്റവും പീക്ക് ലെവലിൽ അനുഭവിച്ചവരൊക്കെ അതിൻ്റെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അവർ വലിയ വലിയ ലിജൻഡുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഞാൻ ഇത്രയും വലിയ സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എനിക്ക് എന്തെങ്കിലും വലിയൊരു ഭാവി കരുതിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും കഷ്ടപ്പാടും വിദൂരത്തേക്ക് എന്നിലേക്ക് എത്തുന്നത് എന്ന മൈൻഡുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു ഏറ്റവും ലോ ആയിട്ടുള്ള എൻ്റെ സ്ട്രഗിളിങ് ഏറ്റവും ചെറിയൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു 2 വയസ്സായിട്ടുള്ള ഒരു കുട്ടി തൊട്ടിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചുറ്റുപാടിൽ ഒരു വീട്ടിൽ ഒരു വഴക്ക് നടക്കുന്നു. ആ വഴക്ക് നടക്കുന്ന സമയത്ത് ഈ 2 വയസ്സായ കുട്ടിയെ എടുത്തിട്ട് ആ കുട്ടിയുടെ പിതാവ് കുട്ടിയെ തലകീഴായി പിടിച്ച് കാല് പിടിച്ച് നമ്മുടെ മുള്ളുമരമില്ല, പൂളമരം, അതേക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ ഓങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള അയൽവാസി ഓടി വന്ന് ഈ കുട്ടിയെ ഓങ്ങലും ഈ കുട്ടിയെ വാങ്ങി കയ്യിലോട്ട് തട്ടി മാറ്റി മേടിച്ചെടുക്കലും ഒപ്പമായിരുന്നു. ഒരുപക്ഷെ ആ ഓങ്ങിയ സമയത്ത് തന്നെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ ആ കുട്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി വേറെ ആരുമല്ല, ഞാനാണ്. അപ്പോൾ ആ താത്ത, എൻ്റെ അയൽവാസി, ഞാൻ ഇടയ്ക്ക് അവിടേക്ക് പോകുമ്പോൾ ആ താത്ത പറയും, ഞാൻ അന്ന് രക്ഷിച്ചെടുത്ത ജീവനാണ് ഇന്ന് നീണ്ടുവലിഞ്ഞ് നിൽക്കുന്നത്, നാളെ എന്താവെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് ആ താത്ത പറഞ്ഞ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. അപ്പോൾ ഏറ്റവും ചെറിയ ലെവലാണ് അത്. അപ്പോൾ അതിലും വലുത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രഗിളിങ് എനിക്ക് തരുന്നത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ലെവലിൻ്റെ എൻഡ് പോയിൻ്റ് എൻ്റെ മൈൻഡിലുണ്ട്. മരിക്കുമ്പോൾ എന്തായാലും ലിജൻഡായിട്ടേ മരിക്കുള്ളൂ എന്ന യഥാർത്ഥ ബോധം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളും സ്വയം നിങ്ങളുടെ ജീവിതത്തിലെ എൻഡ് പോയിൻ്റ് നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, നിങ്ങൾ അവിടേക്ക് എത്തും. താങ്ക് യു.